നമസ്കാരം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തുവെന്ന വാർത്ത തള്ളി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട് പൂർണ്ണമായും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമാണ്. മറിച്ചുവരുന്ന വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തി വസ്തുതകൾ വളച്ചൊടിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതിന്റെ ഫലമാണെന്നും അനൂപ് ആന്റണി പറഞ്ഞു. കേസിനെ വഴിതെറ്റിക്കാനും കൂടുതൽ സങ്കീർണമാക്കാനും മാത്രമേ ഇത്തരം പ്രചാരണങ്ങൾ ഉപകരിക്കുകയുള്ളൂ. ഇത്തരം നടപടികൾ അപലപനീയമാണ്. പ്രോസിക്യൂഷൻ സാങ്കേതികപരമായി സ്വീകരിക്കേണ്ട നടപടികളും കമന്റും മാത്രമേ കേസിൽ പറഞ്ഞിട്ടുള്ളൂ എന്നത് ഏറെ ശ്രദ്ധേയമാണ്. തികച്ചും സാങ്കേതികപരമായ പ്രതികരണങ്ങളെ വളച്ചൊടിച്ച് കൂടുതൽ തെറ്റിദ്ധാരണ പടർത്താനാണ് ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ച സമയത്തും സമാനമായ രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണ് എന്ന കാരണത്താൽ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്നപ്പോൾ അതിനെയും വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു. പ്രോസിക്യൂഷനെ പഴിചാരാൻ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഛത്തീസ്ഗഡ് സർക്കാരും പ്രോസിക്യൂഷനും കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ ഒപ്പം നിൽക്കുമ്പോൾ അവർക്കെതിരായി പ്രചാരണം നടത്തുന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇന്ന് കോടതിയിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി അഭിഭാഷകർ മുന്നോട്ട് വെച്ച വാദഗതികളെ ഒന്നും തന്നെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്നത് മാത്രമല്ല, പല വാദഗതികളെ അനുകൂലിക്കുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ വേണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അത് വേണ്ട എന്നാണ് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ അനുകൂല നിലപാട് സ്വീകരിച്ച പ്രോസിക്യൂഷനെ മനഃപൂർവ്വം പ്രതിസ്ഥാനത്ത് നിർത്തി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള ഗൂഢശ്രമമാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഛത്തീസ്ഗഡ് സർക്കാരും കേരള BJP-യും കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന നിലപാടാണ് നേരത്തെ സ്വീകരിച്ചത്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുമുണ്ടെന്നും അനൂപ് ആന്റണി പറഞ്ഞു. അതേസമയം ബിലാസ്പൂരിലെ NIA കോടതി ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുഖ്യമായി ഉന്നയിച്ചത്. രേഖകൾ ഉദ്ധരിച്ച് ശക്തമായ എതിർവാദം ഉന്നയിക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല എന്നാണ് പ്രതിഭാഗം അഭിഭാഷകർ അറിയിച്ചത്. എന്നാൽ തങ്ങൾ ജാമ്യാപേക്ഷ എതിർത്തെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കേസിൽ ഇന്ന് വാദം പൂർത്തിയായതോടെ വിധി പറയാൻ മാറ്റുകയായിരുന്നു. കേസ് ഡയറി പരിശോധിച്ച ശേഷം മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ തീരുമാനമെടുക്കൂ എന്ന് NIA കോടതി വ്യക്തമാക്കി. അതീവ ഗൗരവമുള്ള കേസായതിനാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ജാമ്യ ഹർജി നൽകിയപ്പോഴാണ് ഈ കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയ ശേഷം അത് വിശദമായി കോടതിക്ക് പഠിക്കേണ്ടതുണ്ട്. 8 ദിവസമായി 2 കന്യാസ്ത്രീകളും ജയിലിൽ തുടരുകയാണ്. വിശദമായി കേസ് ഡയറി നാളെ ആയിരിക്കും ഹാജരാക്കുക. NIA കോടതിയെ സമീപിക്കാമെന്ന സെഷൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ജാമ്യാപേക്ഷയുമായി NIA കോടതിയെ സമീപിച്ചത്. നാളെയും ജാമ്യം ലഭിക്കാതെ വന്നാൽ 2 ദിവസം കൂടി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയേണ്ടി വരും. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്രമേ കന്യാസ്ത്രീകൾക്ക് ഇനി ഹൈക്കോടതിയെ സമീപിക്കാനാവൂ. അങ്ങനെയാണെങ്കിൽ കൂടി കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടും. ഇതിനുശേഷം മാത്രമേ ജാമ്യം പരിഗണിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള MP-മാരോട് പറഞ്ഞിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പാർലമെന്റിലേക്ക് അമിത് ഷാ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളത്തിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് തള്ളി. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ പാർലമെന്റിലേക്ക് വിളിപ്പിച്ച് അമിത് ഷാ കണ്ടത്. അമിത് ഷായുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം NIA കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടും ചർച്ചയായി. ഛത്തീസ്ഗഡിൽ നടന്ന സംഭവവികാസങ്ങളിലെ കടുത്ത അതൃപ്തി മുഖ്യമന്ത്രിയെ അമിത് ഷാ ധരിപ്പിച്ചതായിട്ടാണ് വിവരം. കോടതിക്ക് പുറത്തെ ബജ്രംഗ് ദളിന്റെ പ്രകടനത്തിലടക്കമുള്ള കടുത്ത പ്രതിഷേധം പ്രധാനമന്ത്രിയും അറിയിച്ചിരുന്നു.